ഇരുന്നിരുന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ല. അത് കഴിഞ്ഞ് 70 ദിവസം അതിന് തൊട്ടു മുൻപാണ് ശോഭയ്ക്കെതിരെ ഞാൻ ഗുരുതര ആരോപണം ഉന്നയിച്ചെന്ന് പറഞ്ഞ് പുറത്തെനിക്കെതിരെ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് എന്ന് പോലും പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ബിഗ് കൺഫഷൻ റൂമിലേക്ക് ഒരു കാര്യം പറയുന്നത്. അപ്പോഴും ഞാൻ ഇറങ്ങിപ്പോണമെന്ന് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഞാൻ പിടിച്ചു നിൽക്കണമെന്ന് പറഞ്ഞോ? ഞാൻ പോയി ഷിജു ചേട്ടനോട് പറയുന്നുണ്ട്, ഷിജു ചേട്ടാ ഈ ഒരു വിഷയത്തിൽ അവരെന്നെ ചിലപ്പോൾ പുറത്താക്കാൻ സാധ്യതയുണ്ട്, ഞാൻ ഇറങ്ങിപ്പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ ഷിജുണ്ട്. എന്നിട്ട് ഷിജുവിനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് കപ്പടിപ്പിച്ച് തരാം, ഞാൻ കപ്പടിപ്പിച്ച് തരാം എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാണ് അകത്ത് നിൽക്കുന്നത്. ഇനി അതിനുശേഷം വരുന്ന ടാസ്ക് നമുക്ക് എടുക്കാം. ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിൽ തന്നെ ഒരുവിധം സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള ഒരുത്തൻ കളിക്കുന്ന ടാസ്കുകളും അതിനകത്തില്ലായിരുന്നു എന്ന് കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാം. കുതിരപ്പുറത്തിരുന്ന് ഉന്താനും കാറിൽ കയറി കുത്തിയിരിക്കാനും വടം പിടിച്ചുകൊണ്ടിരിക്കാനും 5ാം ക്ലാസ്സിലെ കുട്ടിക്ക് പറ്റും. അതാണോടാ പ്രേക്ഷകർ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ടാസ്ക്? ഞാൻ ആ ടാസ്ക് കളിക്കുന്നില്ലെന്ന് ആദ്യമേ തീരുമാനമെടുത്തതാ. അഭിമാനത്തോടെ പൂർവ്വം ഞാനൊരു ടാസ്ക് കളിച്ചു, വെള്ള കോയിൻ്റെ അടി പോയി മുങ്ങി തപ്പി എടുത്തിട്ട് വരുന്നൊരു ടാസ്ക്.